പരിശുദ്ധമായ റജബ് മാസം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. വിശുദ്ധമായ മിഅ്റാജിന്റെ രാവാണ്. നാളെ രാത്രി തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാവ് വിശുദ്ധമായ മിഅ്റാജിന്റെ രാവാണ്. ചൊവ്വാഴ്ച പകൽ വിശുദ്ധമായ മിഅ്റാജിന്റെ നോമ്പ്, സുന്നത്തായ നോമ്പനുഷ്ഠിക്കേണ്ട ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുദീർഘമായി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അമ്പിയാക്കൾക്കും നൽകാത്ത ഉന്നതമായ പദവികൾ നൽകി അവിടുത്തെ തിരുദർശനം അല്ലാഹുവുമായി നേരിട്ട് കണ്ട് മുനാജാത്ത് നടത്തുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരമൊരുക്കിയ വിശുദ്ധമായ രാവാണ് മിഅ്റാജിന്റെ രാവ്. ആ വിശുദ്ധമായ മിഅ്റാജിന്റെ രാവാണ് രാവിലാണ് അവിടുത്തെ ഉമ്മത്തിന് സമ്മാനമായി വിശുദ്ധമായ നിസ്കാരം ലൈലത്തുൽ ഇത്നൈനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധമായ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് ആ രാവിലാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 7ാം ആകാശത്ത് വെച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, മുറു ഉമ്മത്തക ഫല്യഗ്രിസൂ മിൻ ഗിറാസിൽ ജന്ന. ഓ നബിയെ, അങ്ങയുടെ ഉമ്മത്തിനോട് സ്വർഗ്ഗത്തിലേക്കുള്ള ചെടി നട്ടുപിടിപ്പിക്കാൻ പറയണമെന്ന് ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് പറഞ്ഞു, ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടുന്ന് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഏതാണ് സ്വർഗ്ഗത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റുന്ന ആ വൃക്ഷം ഏതാണ്, ചെടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ഒരു വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഈ ഒരു ദിക്ർ ഒരു പ്രാവശ്യം ഒരാൾ ചൊല്ലുമ്പോൾ അവന്റെ വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു തൈ നട്ടുപിടിപ്പിക്കപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളമായി ദിക്റുകൾ നമ്മൾ ചൊല്ലണം. വിശുദ്ധമായ നിസ്കാരത്തിന്റെ വാർഷികമാണ് ഈ മിഅ്റാജിന്റെ രാവ് എന്ന് പറയുന്നത്. ആ ഒരു ബോധ്യവും നമുക്കുണ്ടാവണം. പ്രത്യേകമായ ഫളായിലുകൾ നിറഞ്ഞ ശ്രേഷ്ഠമായ ദിവസങ്ങൾ വരുമ്പോൾ അതിനെ പരിഗണിക്കണമെന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. വഅലം അന്നഹു യൻബഗി ലിമൻ ബലഗഹു ശൈഉൻ മിൻ ഫളായിലിൽ അഅമാലി അൻ യഅമല ബിഹി വലൗ മറത്തൻ വാഹിദ. എന്തെങ്കിലും ഒരു സൽക്കർമ്മത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു നിസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സുന്നത്തായ നോമ്പിനെ കുറിച്ച് നീ കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിനെ ഒരു സൽക്കർമ്മം നീ ചെയ്യണം. അതിനുള്ളൊരു മനസ്സ് നീ കാണിക്കണം. എന്താണ് കാരണം? ലിയകൂന മിൻ അഹ്ലിഹി. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചവർ ആരൊക്കെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കുന്ന സമയത്ത് ആ മിഅ്റാജിന്റെ നോമ്പിന്റെ അഹ്ലുകാരായി ഒരുമിച്ച് കൂടപ്പെടുന്നവരിൽ നീ ഉൾപ്പെടാൻ വേണ്ടി അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. തസ്ബീഹ് നിസ്കാരം എന്നൊരു സുന്നത്ത് നിസ്കാരമുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് നിർവഹിക്കണം. ആ തസ്ബീഹ് നിസ്കരിച്ചവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയാണെന്ന് മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായി കാണാം. അങ്ങനെ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ വിശുദ്ധമായ നിസ്കാരത്തിന്റെ വാർഷികമായതുകൊണ്ട് ഞാൻ നിങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ
നാം പരിഗണിക്കണം. അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു മിൻ അമലിഹി യൗമൽ ഖിയാമത്തി മിൻ അമലിഹി അസ്സലാത്ത്. ഖിയാമത്ത് നാളിൽ അവന്റെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് വിശുദ്ധമായ നിസ്കാരമാണ്. ആ ഒരു ഗൗരവത്തോടുകൂടെ നാം അതിനെ നിർവഹിക്കണം. പലപ്പോഴും പല ആളുകൾക്കും നിസ്കാരം ഖളാ ഉള്ളവരുണ്ടാകും, നിസ്കാരം നഷ്ടപ്പെട്ടു പോയവരുണ്ടാകും. എന്നാൽ രണ്ട് രൂപത്തിലാണ് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നത്. ഒന്ന് കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ഉണ്ടാകും, കാരണമില്ലാതെ അകാരണമായി നഷ്ടപ്പെട്ട നിസ്കാരം ഉണ്ടാവും. ഈ രണ്ട് നിസ്കാരങ്ങളും മടക്കി നിർവഹിക്കേണ്ടത് രണ്ട് രൂപത്തിലാണ്. കാരണത്തോടുകൂടെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയ നിസ്കാരമാണെങ്കിൽ അത് അവന്റെ സൗകര്യപൂർവ്വം ഖളാ വീട്ടിയാൽ മതി. എന്നാൽ കാരണമില്ലാതെ അകാരണമായി ഒരാൾ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അത് ഫൗറൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും എന്തിനു വേണ്ടി ഈ നിസ്കാരം ഖളാ വീട്ടാൻ അവൻ ഉപയോഗപ്പെടുത്തണം. എന്തൊഴിച്ച് പ്രാഥമികമായ ആവശ്യങ്ങൾ, അവന്റെ കുടുംബം പോറ്റാൻ ആവശ്യമായ ജോലി, അനിവാര്യമായ ഉറക്ക്, ഭക്ഷണം എന്നിവർക്ക് ആവശ്യമായ സമയം മാറ്റിവെച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും ആ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടാൻ അവൻ ഉപയോഗപ്പെടുത്തണം. അല്ലാതിരുന്നാൽ അവൻ കുറ്റക്കാരനാണ് എന്ന് മഹത്തുക്കളായ ഫുഖഹാക്കളെ രേഖപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, സമകാലിക സാഹചര്യത്തിൽ ഭൗതികമായ കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തിയായതിനു ശേഷം സ്കൂളിൽ പഠിക്കുന്ന തന്റെ മകൾ അല്ലെങ്കിൽ തന്റെ മകൾ അവർ ളുഹുറും അസ്റും നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ? അങ്ങനെ 10-15 വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി, പ്ലസ് ടു ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എത്രയോ കൊല്ലങ്ങളായി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ അല്ലെങ്കിൽ അതിന്റെ താഴെ ക്ലാസ് മുതൽ ഇത്രയും വർഷങ്ങളിൽ ളുഹുറും അസ്റും കൃത്യമായി നിസ്കാരം നിർവഹിച്ചിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു, കൃത്യമായി എത്രയാണ് നിസ്കരിച്ചത്, എത്രയാണ് നഷ്ടപ്പെട്ടു പോയത്, ഒരു കണക്കും അവന്റെ കയ്യിലില്ല. ഇയാൾ എന്ത് ചെയ്യണം? ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണം? അവൻ നിസ്കരിക്കണം. ഓരോ സമയത്തും ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ളുഹുറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഖളാ വീട്ടണം. ളുഹുറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ളുഹുർ ഖളാ വീട്ടണം. അങ്ങനെ നിസ്കരിച്ച് അവന്റെ മനസ്സിൽ അതേ ഏകദേശം എനിക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടിയിട്ടുണ്ടാകുമെന്ന ഒരു ഗലബത്ത്, ഒരു മികച്ച ധാരണ വരുന്നത് വരെ അവൻ നിസ്കരിക്കണമെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്, ഒരു നിസ്കാരം ഖളായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള പ്രത്യക്ഷമായ അടയാളം മാ ബൈനൽ കുഫ്രി വൽ ഈമാനി അസ്സലാത്ത്. ഒരു മുഅ്മിനായ മനുഷ്യനാണോ അല്ലേ എന്ന് പ്രത്യക്ഷത്തിൽ ഒരാൾ വിലയിരുത്തുന്നത് നിസ്കാരം കൊണ്ടാണെന്ന് ഇമാമികൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ആ രൂപത്തിൽ മുഅ്മിനിന്റെ പ്രത്യക്ഷമായ അടയാളം എന്ന നിലക്ക് വിശുദ്ധമായ നിസ്കാരം കൃത്യമായി നിറവേറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, വലിയ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കഴിയുന്നവരുണ്ട്. ഒരു സഹോദരി, ചെറിയ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണുള്ളത്. ആ സഹോദരി മാനസികമായ നില തെറ്റി സ്വന്തമായി സ്വബോധമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും സ്വന്തം വീടകങ്ങളിൽ നടത്തി അങ്ങനെ വലിയ പ്രയാസം നേരിടുന്ന ഒരു സഹോദരിക്ക് വേണ്ടി കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള റഹ്മാനുറഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് അല്ലാഹു കാമിലായ ആൻജിലായ ശിഫ അല്ലാഹു കൊടുക്കട്ടെ. അതേപോലെ മറ്റൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു 40. ആ ഉപ്പ മരണപ്പെട്ട അന്ന് മുതൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. തൊട്ട് ഒരു പകൽ സമയങ്ങളിൽ പോലും ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാൻ പേടി. മരണം എന്ന ഒരു
ഒരു ചിന്ത, ഒരു പേടി ഇങ്ങനെ കുടുങ്ങി ഒരു നിലക്കും പഠിക്കാൻ കഴിയാതെ, പരീക്ഷയ്ക്ക് ആവശ്യമായി പ്രിപ്പറേഷൻ നടത്താൻ കഴിയാതെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സദസ്സിൽ